അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഇസ്രയേലിന്റെ യുദ്ധത്തിൽ നിന്നുമുള്ള ഒളിച്ചോട്ടമാണ്. യുദ്ധത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി അവർ ഹിസ്ബുള്ളയുമായി ഒരു താൽക്കാലിക കരാറുണ്ടാക്കിയിരിക്കുന്നു, ഒരു 60 ദിവസ കരാർ. അപ്പോൾ ഈ കരാറുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വിശദമായ വിശദീകരണത്തിന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ജോ ബൈഡൻ മാപ്പിളയോടാണ് എനിക്ക് ചില കാര്യങ്ങൾ പറയാനും ചോദിക്കാനുമുള്ളത്. ഞാൻ ഈ ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തി, ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്നീ ഇറാനിയൻ പ്രോക്സി വിഭാഗങ്ങളുമായിട്ടുള്ള ഏതാണ്ട് എല്ലാ വീഡിയോയിലും ഞാൻ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. സ്വന്തം രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിന്ന് യാതൊരു കാരണവശാലും മുസ്ലിങ്ങൾ പിന്മാറുകയില്ല, ഒളിച്ചോടുകയില്ല. യുദ്ധത്തിൽ നിന്നും ഒളിച്ചോടുന്ന ആ പരിപാടി മുസ്ലിങ്ങൾ ചെയ്യില്ല. കാരണം സ്വന്തം രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒരു മുസ്ലിം മരിച്ചു വീണാൽ അവൻ സ്വർഗത്തിലേക്കാണ് പോകുന്നത്, അവന് സ്വർഗം ഉറപ്പാണ് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ആഗോള മുസ്ലിങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാത്തതും ഒളിച്ചോടാത്തതും. എന്തെല്ലാം പ്രലോഭനങ്ങൾ ഉണ്ടെങ്കിലും, എന്തെല്ലാം പ്രലോഭനങ്ങൾ കിട്ടിയാലും അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് യുദ്ധ മുന്നണിയിൽ മരണം വരെ പോരാടുന്നത്. അപ്പോൾ നമ്മുടെ ജോ ബൈഡൻ മാപ്പിളയ്ക്ക് ഏതാണ്ട് അതിപ്പോൾ ഉറപ്പായി കാണും. ഇപ്പോൾ മനസ്സിലായില്ലേ ജോ ബൈഡൻ ഓടുകയില്ല എന്ന്? ഇപ്പോൾ ഓടിയിരിക്കുന്നത് ആരാണ് താൽക്കാലിക വെടിനിർത്തൽ കരാർ വേണമെന്ന് ആവശ്യപ്പെട്ടത്? ഹിസ്ബുള്ളയാണോ? ഹമാസാണോ? ഹുത്തികളാണോ? ഇസ്ലാമിക് റെസിസ്റ്റൻസ് ആണോ? ആരുമല്ല. ജോ ബൈഡൻ മാപ്പിളയും കൂട്ടരുമാണ് 60 ദിവസ വെടിനിർത്തൽ കരാർ വേണമെന്ന് ആവശ്യപ്പെട്ടത്. ആ ആവശ്യം എന്തുകൊണ്ടാണ്? ആവശ്യപ്പെടാനുള്ള കാരണം എന്തുകൊണ്ടാണ്? അവർക്ക് സിറിയയിൽ നിന്നും ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഒക്കെ സഹായങ്ങൾ വരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് സിറിയയിൽ യുദ്ധം ചെയ്യണം. അതിനുവേണ്ടി ഞങ്ങളും അമേരിക്കയും ഒക്കെ കൂടി ഉണ്ടാക്കിയ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പേരിട്ടുകൊണ്ട് അതിനകത്ത് മുസ്ലിങ്ങളെ കുത്തി നിറച്ചുകൊണ്ട് ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്, ഇസ്ലാമിക് സ്റ്റേറ്റ്. ഇത് മുസ്ലിങ്ങളുടെ സംഘടനയാണ് എന്നാണ് പബ്ലിസിറ്റി. അമേരിക്കയും ഇസ്രയേലും യൂറോപ്യൻ യൂണിയനും എല്ലാം പബ്ലിസിറ്റി കൊടുക്കുന്നത് ഇത് മറ്റ് ക്രൈസ്തവ യഹൂദ രാജ്യങ്ങളിലെല്ലാം പോയി അവരുടെ ഉറക്കം കെടുത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ രൂപം കൊടുത്ത, പടച്ചുണ്ടാക്കിയ ഒരു സംഘടനയാണ്, ഒരു തീവ്രവാദ സംഘടനയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന്. അങ്ങനെ വരുത്തി തീർക്കാൻ അതിനകത്ത് കൂലി തൊഴിലാളികളായ മുസ്ലിം നാമധാരികളെ കുത്തി നിറച്ചുകൊണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന പേരും കൊടുത്തുകൊണ്ട് സംഘടന രൂപവൽക്കരിച്ചുകൊണ്ട് ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടി എവിടെല്ലാം സാമ്രാജ്യത്വ ശക്തികൾ കണ്ണുവെക്കുന്ന രാജ്യങ്ങളുണ്ടോ അവിടെയെല്ലാം തീവ്രവാദ പ്രവർത്തനങ്ങൾ അഴിച്ചുവിടുക. നിങ്ങളത് അഴിച്ചുവിട്ടാൽ മതി, ബാക്ക്ഗ്രൗണ്ടിൽ പബ്ലിസിറ്റി, മുസ്ലിം ഭീകരത എന്ന പബ്ലിസിറ്റി ഞങ്ങൾ കൊടുത്തുകൊള്ളാം. അങ്ങനെ അമേരിക്കയും ഇസ്രയേലും യൂറോപ്യൻ യൂണിയനും ഒക്കെ കൂടി ഇപ്പോൾ സിറിയയിൽ ഇത്തരം തെമ്മാടികളെ ഇറക്കി വിട്ടിരിക്കുകയാണ്. ബഷാർ അൽ അസദ് എന്ന സിറിയൻ പ്രസിഡന്റിനെ അവിടെ നിന്നും അടിച്ചു പുറത്താക്കണം. അങ്ങനെ സിറിയ കൈപ്പിടിയിൽ ഒതുക്കണം. ഇതാണ് ഉദ്ദേശം. അപ്പോൾ അതിന് ഹിസ്ബുള്ളയുമായി ഒരു കരാറിൽ ഏർപ്പെട്ട് അവിടെ നിന്നുള്ള ആക്രമണം ഇല്ലാതാക്കിയാൽ മാത്രമേ സിറിയയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു താൽക്കാലിക വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ടുകൊണ്ട് തന്ത്രത്തിന് മുങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ യുദ്ധത്തിന്റെ തുടക്ക സമയത്ത് ഇസ്രയേൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഹമാസിനെ തീർക്കാൻ ഞങ്ങൾക്ക് വേണ്ടത് ഏറിയാൽ ഒരാഴ്ച കൊണ്ട് തകർത്ത് തരിപ്പണമാക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ 1 വർഷവും കഴിഞ്ഞു, യാതൊരുവിധ നേട്ടവും ഉണ്ടാക്കാൻ സാധിച്ചില്ല. അപ്പോൾ കണ്ട ഏക പോംപടിയാണ് കുഞ്ഞുങ്ങളെ കൊല്ലുക എന്നുള്ളത്. ഈ കുഞ്ഞുങ്ങളെ കൊല്ലല്ലാതെ മറ്റ് എന്തെങ്കിലും നേട്ടം
ഈ നിമിഷം വരെ ഉണ്ടാക്കാൻ സാധിച്ചു. അവസാനം ഉദ്ദേശിച്ചെടുത്ത് കാര്യങ്ങൾ നിൽക്കില്ല എന്ന് കണ്ടപ്പോൾ, കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്നു എന്ന് കണ്ടപ്പോൾ, യഹൂദന്മാർക്ക് ഇസ്രയേലിൽ സ്വൈര്യ ജീവിതം നഷ്ടപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ 100% മുസംഗിയായ സൗദി അറേബ്യയിലെ സൽമാൻ രാജകുമാരനെ അങ്ങ് ഇറാനിലേക്ക് അയച്ചിരിക്കുകയാണ്. എന്തിനാണ്? ഈ വിഷയത്തിലൊരു വെടിനിർത്തൽ കരാർ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം. ഏതാനും ദിവസത്തേക്കെങ്കിലും ഒരു വെടിനിർത്തൽ കരാർ, ആ കരാർ ഉണ്ടാക്കിയേ പറ്റൂ. അങ്ങനെ മുസംഗി സൽമാൻ രാജകുമാരൻ ഇറാനിൽ പോയി ഇറാനിയൻ ആത്മീയ നേതാവിന്റെ കാലിൽ കെട്ടി വീണു. അങ്ങനെയാണ് ഈ 60 ദിവസ കരാർ ഉണ്ടായത്. എങ്ങനെയെങ്കിലും ഹിസ്ബുള്ളയെ സൈലന്റ് ആക്കുക. ഹിസ്ബുള്ളയെ സൈലന്റ് ആക്കിയാലേ ഞങ്ങൾക്ക് സിറിയയിൽ യുദ്ധം തുടങ്ങാൻ പറ്റൂ. സിറിയ വഴിയാണ് എല്ലാ സഹായങ്ങളും ഇറാനിയൻ പ്രോക്സികൾക്ക് വരുന്നത് എന്നാണ് അവർ ചിന്തിക്കുന്നത്. അങ്ങനെ മുസംഗി ചെന്ന് കാലുപിടിച്ചു ഒരു കരാറിലെത്തിക്കാൻ വേണ്ടി. അങ്ങനെയാണ് താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടായത്. അങ്ങനെ ഇറാന്റെ ആത്മീയ നേതാവിന്റെ പച്ചക്കൊടിയിൽ ചെറിയൊരു ഇന്റർവെൽ മാത്രമാണ് അനുവദിച്ചത്. ചെറിയൊരു ഇന്റർവെൽ, ഒന്ന് പോയി മൂത്രമൊഴിച്ചിട്ട് വരാനുള്ള സമയം. മൂത്രമൊഴിച്ച് വന്നു കഴിഞ്ഞാൽ മുതുകിന് അടി ഉറപ്പാണ്. ഇതിനൊക്കെ എല്ലാം മുൻപാണ് അമേരിക്കയും ഇസ്രയേലി ശിങ്കടികളും ഒക്കെ സദ്ദാം ജീവിച്ചിരുന്ന കാലത്ത് ഇറാഖിൽ പോയത്. അവർ സ്വപ്നം കണ്ടു. എന്താണ് സ്വപ്നം കണ്ടത്? സദ്ദാമിനെ വകവരുത്തിയാൽ എണ്ണ സമ്പന്നമായ, സ്വർണം സമ്പന്നമായ ഇറാഖ് എന്ന രാജ്യം നമ്മുടെ കയ്യിലിരിക്കും. അങ്ങനെ ഇറാഖിൽ പോയി സദ്ദാമിനെ വകവരുത്തി. എന്നിട്ട് സ്വർണവും എണ്ണയും ഒക്കെ കയ്യിലിരുന്നോ? കിട്ടിയോ? അങ്ങനെ വകവരുത്തി എല്ലാം കഴിഞ്ഞപ്പോൾ ഇതാ വരുന്നു അമേരിക്കക്ക് അവിടെ നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയുണ്ടാക്കിക്കൊണ്ട് മറ്റൊരു വിഭാഗം. ആ വിഭാഗങ്ങളുടെ പേര് ഞാൻ പറയുന്നില്ല. ആ വിഭാഗങ്ങളുടെ ആഞ്ഞടിയിൽ, ശക്തമായ അടിയിൽ അമേരിക്കക്ക് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവിടെ നിന്നും ഓടേണ്ടി വന്നു. അമേരിക്ക സദ്ദാമിനെ കൊന്നു. ഇറാഖ് എന്ന രാജ്യത്തെ കിട്ടിയോ? അവിടുത്തെ എണ്ണ കിട്ടിയോ? സ്വർണ്ണ സമ്പത്ത് കിട്ടിയോ? ഇല്ല. ഇന്ന് ആരാണ് ഇറാഖ് ഭരിക്കുന്നത്? ഇറാഖ് ഭരിക്കുന്നത് ഇറാനിയൻ പ്രോക്സി വിഭാഗങ്ങളാണ്. അതും കഴിഞ്ഞ് ലിബിയയിൽ പോയി. കേണൽ മുഅമ്മർ ഗദ്ദാഫിയെ കൊന്നാൽ ആ രാജ്യമെങ്കിലും നമുക്ക് സ്വന്തമായി എടുക്കാം എന്ന് കരുതി ലിബിയയിൽ ചെന്നു. ഗദ്ദാഫിയെ കൊന്നു. എന്ത് കിട്ടി? സ്വർണവും എണ്ണയും കിട്ടിയോ? അവിടെയും ഇറാനിയൻ പ്രോക്സികൾ അധികാരത്തിൽ കയറി. ഇതാണ് ഇന്ന് നടക്കുന്നത്. ഇന്ന് ലിബിയയുടെയും ഇറാഖിന്റെയും എല്ലാം ചുക്കാൻ പിടിക്കുന്നത് ഇറാനിയൻ പ്രോക്സികളാണ്. ചെല്ലുന്നിടത്തെല്ലാം നഷ്ടത്തിന്റെ കഥകൾ മാത്രം. അങ്ങനെ അമേരിക്കൻ ഭീകരന്മാർ, ഇസ്രയേലി ഭീകരന്മാർ, ബ്രിട്ടീഷ് ഭീകരന്മാർ എല്ലാവരും കൂടി ഇപ്പോൾ കൊടിയ സമ്പന്നന്മാരുടെ വീടും തപ്പി നടക്കുകയാണ്. അങ്ങനെ ഈ അമേരിക്കൻ കുറുവാ സംഘം സമ്പന്നന്മാരുടെ വീടും തപ്പി നടക്കുകയാണ്. എവിടെ ചെന്നാലാണ് എന്തെങ്കിലും വാരാൻ കിട്ടുക? ചെല്ലുന്നിടത്തെല്ലാം മുതുകിന് അടി കിട്ടുന്നു. അങ്ങനെ ഇനി എന്ത് എന്ന ആ ചോദ്യത്തിന് വിധേയമായിക്കൊണ്ട് ഈ അമേരിക്കൻ കുറുവാ സംഘം അലഞ്ഞു തിരിയുകയാണ്. എവിടെ ചെന്നാലാണ് എന്തെങ്കിലും തടയുക എന്നും നോക്കിക്കൊണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല അറബ് രാജ്യങ്ങളുള്ളത്. അറബ് രാജ്യങ്ങൾ ആഫ്രിക്കയിലുണ്ട്. ആഫ്രിക്കയിൽ സൊമാലിയെ പോലെ അനവധി രാജ്യങ്ങളുണ്ട് ആഫ്രിക്കയിൽ. അത് അറബ് രാജ്യങ്ങളാണ്. അവിടെ എല്ലാം പോയി എന്തുകൊണ്ടാണ് ഈ കൊള്ള സംഘം, ഈ അമേരിക്കൻ യഹൂദ നസ്രാനി കുറുവാ സംഘം എന്താണ് സൊമാലിയയിൽ പോകാത്തത്? അതും അറബ് രാജ്യമല്ലേ? എന്താണ് സുഡാനിൽ പോകാത്തത്? എന്താണ് എത്യോപ്യയിൽ പോകാത്തത്? അങ്ങനെ അനേകം അറബ് രാജ്യങ്ങൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലുണ്ട്. അവിടെ ചെന്നാൽ പച്ച വെള്ളം കുടിക്കാൻ കിട്ടില്ല. ഒരു മിഠായി പോലും തിന്ന് വിശപ്പടക്കാൻ കഴിയില്ല. ദരിദ്ര പട്ടിണി കോലങ്ങളുടെ രാജ്യങ്ങളാണ്. അപ്പോൾ എണ്ണപ്പണവും സ്വർണവും ഒക്കെ
സമ്പന്നമായി കൃഷി ചെയ്തെടുക്കുന്ന, സമ്പന്നമായി വിളയുന്ന ഈ മണ്ണിനെ തന്നെയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. ഇതിന് ഇവർക്ക് ചൂട്ടുപിടിക്കുന്ന മറ്റ് അറബ് രാജ്യങ്ങളുണ്ടല്ലോ, മിഡിൽ ഈസ്റ്റിലെ തന്നെ അറബ് രാജ്യങ്ങൾ, ബഹ്റൈൻ, കുവൈറ്റ്, മസ്കറ്റ്, അബുദാബി, അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ, ഖത്തറടക്കമുള്ള ഈ രാജ്യങ്ങളെല്ലാം ഒന്ന് കരുതിയിരുന്നു കൊള്ളുക. ഇന്നു ഞാൻ, നാളെ നീ. ഈ കുറുവ സംഘം ഇന്ന് നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഇന്ന് അവരെയാണെങ്കിൽ നാളെ നിങ്ങളെയാ. സമ്പത്ത് എവിടെയുണ്ടോ അതാണ് ഈ കുറുവ സംഘത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്നെ ശ്രമിച്ച എല്ലാവർക്കും വലിയൊരു സലാം.